ശ്രീലങ്ക ഇനി സോഷ്യലിസ്റ്റ് ഭരണത്തിലേക്ക്. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുന നേതാവ് അനുരാഗ് കുമാര ദിസനായകെ വിജയിച്ചു എന്ന വാർത്തകൾ വരുന്നു. പി ജെ അരുൺ ചേരുന്നുണ്ട്. അരുൺ, ശ്രീലങ്കയിലും ചെങ്കൊടി. അതെ വിനിഷ, വളരെ ആവേശകരമായ വാർത്ത തന്നെയാണ് നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമായ ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. അവിടെ സോഷ്യലിസ്റ്റ് നാഷണൽ പീപ്പിൾ പവർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. നേതാവ് അനുരാഗ് കുമാര ദിശാനായികയായിരിക്കും ഇനി ശ്രീലങ്കയിലെ ചുവപ്പ് കൊടി അല്ലെങ്കിൽ വിപ്ലവകരമായ ആ ഒരു മാറ്റത്തിന് ചുക്കാൻ പിടിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള പുരോഗമനപരമായ വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് സാമ്പത്തിക ഞെരുക്കത്തിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും ശ്രീലങ്കയിൽ നിലനിന്നിരുന്നു. ആ ഒരു പ്രതിസന്ധിയെല്ലാം മറികടക്കാൻ ഇപ്പോൾ ശ്രീലങ്കയിലുള്ള രാഷ്ട്രീയ ആ ഒരു സമൂഹം ചെങ്കോൽ കൈമാറിയിരിക്കുന്നത് ഈ അനുരകുമാര ദിനായകയ്ക്കാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശകരമായ വാർത്ത തന്നെയാണ് ശ്രീലങ്കയിൽ നിന്നും പുറത്തു വരുന്നത്. വരുന്ന നമ്മുടെ ഈ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. 50%-ലധികം വോട്ടുകൾ നേടി നമ്മുടെ ഈ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി നാഷണൽ പീപ്പിൾ പവർ NPP അഥവാ ജനതാ വിമുക്തി പെരുമുന എന്ന് പറയുന്ന പാർട്ടി ശ്രീലങ്കയിൽ ആദ്യമായി ചെങ്കൊടി പാറിപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. വിനിഷ, തീർച്ചയായും ആവേശകരമായ വാർത്ത തന്നെയാണ്. ശ്രീലങ്ക ഇനി മുതൽ സോഷ്യലിസ്റ്റ് ഭരണത്തിലേക്ക്. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുന നേതാവ് അനുരാഗ് കുമാര ദിസനായകെ വിജയിച്ചു. പി ജെ അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.